അങ്ങനെ ഫെസ്റ്റിവൽ സീസൺ കഴിഞ്ഞിരിക്കുകയാണ്. ഫെസ്റ്റിവൽ സീസൺ കഴിഞ്ഞതോടുകൂടി EV സെയിൽസും കുറഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും ഒന്നാം സ്ഥാനക്കാരായ ഓലയുടെ സെയിൽസിൽ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 30% ഇടിവാണ് ഈ കഴിഞ്ഞ നവംബറിൽ രേഖപ്പെടുത്തിയത്. ഇതോടെ ടോപ്പ് 3-യിലുള്ളവരുടെ കോമ്പറ്റീഷൻ വളരെയധികം കൂടിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ നവംബറിൽ ഏകദേശം 1,18,000-ഓളം ഇലക്ട്രിക് 2 വീലേഴ്സാണ് ഇന്ത്യൻ നിരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ മാസം ഒക്ടോബറിനെ അപേക്ഷിച്ച് 15% ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ടോപ്പ് 10 ലിസ്റ്റിൽ ഒരു പുതിയ അതിഥിയും ആരും പ്രതീക്ഷിക്കാത്ത ഒരു MVP-യും ഉണ്ട്. അത് ആരൊക്കെയെന്ന് നോക്കാം. നവംബർ മാസത്തിലെ സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ ടോപ്പ് 10 ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 10ാം സ്ഥാനത്ത് ലെട്രിക്സ് EV ആണ്. ആദ്യമായാണ് ടോപ്പ് 10-ൽ ലെട്രിക്സ് EVക്ക് ഇടം നേടാനായത്. നവംബറിൽ 991 യൂണിറ്റുകൾ സെയിൽ ചെയ്ത് ഏകദേശം 85% വർധനയാണ് ഇലക്ട്രിക്സിന് ലഭിച്ചത്. ഒക്ടോബർ മാസത്തിലെ 8ാം സ്ഥാനക്കാരായ കൈനറ്റിക് ഗ്രീനാണ് ഇപ്പോൾ 9ാം സ്ഥാനത്തുള്ളത്. നവംബറിൽ 1095 യൂണിറ്റുകൾ സെയിൽ ചെയ്ത് 24% ഡ്രോപ്പാണ് കൈനറ്റിക് ഗ്രീന് ഉണ്ടായിട്ടുള്ളത്. 8ാം സ്ഥാനത്ത് ബിഗോസ്. നവംബറിൽ 1878 യൂണിറ്റുകൾ സെയിൽ ചെയ്ത് 7% ഇടിവ് മാത്രമാണ് ബിഗോസിന് നവംബറിൽ ഉണ്ടായിട്ടുള്ളത്. 7ാം സ്ഥാനത്തുള്ളത് റിവോൾട്ട് മോട്ടോഴ്സ്. ഇവനാണ് ഈ ലിസ്റ്റിലെ MVP. ഫെസ്റ്റിവൽ സീസണായ ഒക്ടോബറിൽ 952 യൂണിറ്റുകൾ മാത്രം സെയിൽ ചെയ്തിരുന്ന റിവോൾട്ട് നവംബർ ആയപ്പോൾ ഏകദേശം 1994 യൂണിറ്റുകൾ സെയിൽ ചെയ്ത് 109% വളർച്ച നേടുവാനായി റിവോൾട്ടിന് സാധിച്ചു. RV400 ഡെലിവറീസ് ഫുൾ സ്കെയിൽ ആയപ്പോഴാണ് റിവോൾട്ട് 10ാം സ്ഥാനത്ത് നിന്ന് 7ാം സ്ഥാനത്തേക്ക് എത്താനായത്. 6ാം സ്ഥാനത്തുള്ളത് ഗ്രീവ്സ് മൊബിലിറ്റി. വളരെ സ്റ്റഡി ഗ്രോത്ത് ആണ് ഗ്രീവ്സിനുള്ളത്. നവംബറിൽ 4468 യൂണിറ്റുകൾ സെയിൽ ചെയ്ത് ഏകദേശം 12% വളർച്ചയാണ് അവർക്ക് നേടാനായി സാധിച്ചത്. ഇനി ടോപ്പ് 5-ലേക്ക് നോക്കുകയാണെങ്കിൽ 5ാം സ്ഥാനത്ത് ഹീറോ വിതയാണ്. വെറും 0.3% ഇടിവ് മാത്രമാണ് ഹീറോ വിതയ്ക്ക് നവംബറിൽ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 7309 യൂണിറ്റുകൾ സെയിൽ ചെയ്ത് ഹീറോ 5ാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. 4ാം സ്ഥാനത്തുള്ളത് ഏതർ എനർജിയാണ്. നവംബറിൽ 12741 യൂണിറ്റുകൾ സെയിൽ ചെയ്ത് മന്ത് ഓൺ മന്തിൽ 21% ഡ്രോപ്പാണ് ഏതറിന് ഉണ്ടായിട്ടുള്ളത്. 3ാം സ്ഥാനത്ത് ബജാജ് ചേതക്കാണ്. നവംബറിൽ 26,163 യൂണിറ്റുകൾ സെയിൽ ചെയ്ത് ഏകദേശം 7.7% ഡ്രോപ്പ് മാത്രമാണ് കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണായ ഒക്ടോബറിനെ അപേക്ഷിച്ച് നവംബറിൽ അവർക്കുണ്ടായത്. 2ാം സ്ഥാനത്ത് TVS iQube ആണ്. നവംബറിൽ 26,971 യൂണിറ്റുകൾ സെയിൽ ചെയ്ത് 10% ഇടിവോടുകൂടിയാണ് സെക്കൻഡ് പൊസിഷനിൽ TVS ഉള്ളത്. ഇയർ ഓൺ ഇയർ ഗ്രോത്തിൽ 42% വളർച്ച അവർക്ക് കൈവരിക്കാനായി സാധിച്ചു. ലിസ്റ്റിൽ 1ാം സ്ഥാനത്താണെങ്കിലും സെയിൽസിൽ അടിതെറ്റി വീണിരിക്കുകയാണ് ഓല. 30% എന്ന വലിയൊരു ഇടിവാണ് ഓലയ്ക്ക് നവംബറിൽ ഉണ്ടായിട്ടുള്ളത്. ഒക്ടോബറിൽ ഏകദേശം 41,775 യൂണിറ്റുകൾ സെയിൽ ചെയ്തപ്പോൾ നവംബറിൽ വെറും 29,191 യൂണിറ്റുകൾ മാത്രമാണ് സെയിൽ ചെയ്യാനായി സാധിച്ചത്. ഇതോടെ ടോപ്പ് 3-യിലെ കോമ്പറ്റീഷൻ വളരെയധികം ഇന്റൻസ് ആയിരിക്കുകയാണ്.